ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കിതിനേക്കാളും നല്ല പെർഫെക്റ്റ് പ്ലേസ് വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ലായിരുന്നു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്ലിപ്പ്. നിലവിൽ ഞാനിപ്പോൾ ബാംഗ്ലൂരിലെ ഇസ്കോൺ ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ക്ലിപ്പ് അതാ. ഓക്കേ, കണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ വരെ എത്തിയത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഫസ്റ്റ് ക്ലിപ്പ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ ആ ക്ലിപ്പിൽ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകും, എന്നെ ആദ്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പെർഫെക്റ്റ് പ്ലേസ് ആയിട്ട് ഫീൽ ചെയ്തത് ഇവിടെ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് ഫസ്റ്റ് ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ഇവിടെ വരെ എത്തിയത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു എന്താ ഒരു ട്രാവലോഗ് പോലെയുള്ളത്. ആ ക്ലിപ്പ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണിച്ചു തരാം. ഓക്കെ, ഹലോ വ്ലോഗ്, ഗുഡ് മോർണിംഗ് ടു യു. ഞാനിപ്പോൾ ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഇസ്കോൺ ടെമ്പിളാണ് കേട്ടോ. എൻ്റെ ഇൻട്രോ ക്ലിപ്പ് നിങ്ങൾ സെക്കൻഡായിട്ടായിരിക്കും കാണിക്കുന്നത്. ബിക്കോസ് എനിക്ക് എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണല്ലോ. ഇതിൻ്റെ പ്രീവിയസ് ഡേയ്സ് ഞാൻ ഷൂട്ട് ചെയ്തൊക്കെ ഇനിയുള്ള വ്ളോഗ്സിലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്ക് ഫസ്റ്റ് ഒരു നല്ലൊരു സ്ഥലം വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ ഇസ്കോൺ ടെമ്പിളിൽ പോകുമ്പോൾ ആ ക്ലിപ്പ് ആദ്യം കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ഇൻട്രോ ഈ ക്ലിപ്പ് കാണാം കേട്ടോ. ഓക്കെ, ഇന്ന് ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ എൻ്റെ ഡേ 4 ആണ്. ടുഡേ ഈസ് വെനസ്ഡേ 18th സെപ്റ്റംബർ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇസ്കോൺ ടെമ്പിളാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ. എന്താകോ എന്തോ, പക്ഷേ എന്താ പറയണത്, മോനെനിക്ക് മെട്രോ ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ കുറേ ലാൻഡ് മാർക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേ റൂട്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താകോ എന്തോ. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് അറിയാം, കുറച്ച് ഹിന്ദി അറിയാം. ഇച്ചിരി ഇംഗ്ലീഷും ഇച്ചിരി ഹിന്ദിയും കൊണ്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു ചെറിയ വിശ്വാസമുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ എന്നെ കാണണ്ടേ അല്ലേ? ഞാനിതുവരെ എന്നെ കാണിച്ചില്ലല്ലോ, അതൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ പോകെ ബാക്കിയൊക്കെ കാണാം. അപ്പോൾ ഫസ്റ്റ് ക്ലിപ്പ് കാണാൻ പോകുന്നത് ഇസ്കോണിൻ്റെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഹുഡി മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് എനിക്ക് ട്രെയിൻ എടുക്കണം. ട്രെയിൻ എടുത്തിട്ട് ഞാൻ മഹാലക്ഷ്മി നഗറോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, അവിടെയാണ് പോകേണ്ടത്. പക്ഷേ ഇത് പേർപ്പിൾ ലൈനാണ്, എനിക്ക് ലൈൻ മാറി കയറാനുണ്ട്. ലൈൻ മാറേണ്ടത് എനിക്ക് ഗ്രീൻ ലൈനിലേക്കാണ് കയറേണ്ടത്. ഇപ്പോൾ ഗ്രീൻ ലൈൻ വരെ പേർപ്പിൾ ലൈനിൽ ഞാൻ പോകാൻ പോകുന്നത്. ഗ്രീൻ ലൈൻ എത്തുന്നത് വരെ പേർപ്പിൾ ലൈനിലാണ് പോകുന്നത്. അത് അവിടെ എത്തുമ്പോൾ എനിക്ക് ഇറങ്ങേണ്ടത് മെജസ്റ്റിക്കിൽ ചെന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരണം, താഴത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഗ്രീൻ ലൈൻ എടുത്തിട്ടാണ് എനിക്ക് ഇപ്പോൾ എനിക്ക് പോകേണ്ടത് ടുവേർഡ്സ് വൈറ്റ് ഫീൽഡാണ്. മെജസ്റ്റിക്കിൽ നിന്ന് ഗ്രീൻ ലൈൻ മാറുമ്പോൾ എനിക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ടുവേർഡ്സ് നാഗസാന്ദ്ര. അവിടെ പോകുമ്പോൾ നാഗസാന്ദ്ര മഹാലക്ഷ്മി നഗർ അവിടെ ഇറങ്ങണം. ഓക്കെ, ഞാൻ വ്ളോഗ് എടുക്കുന്നത് ഈ ക്യാമറയിലും കൂടി പെട്ടോട്ടെ, വൈ നോട്ട് അല്ലേ? ട്രെയിൻസും ടിക്കറ്റ്സ് എനിക്ക് വേണ്ട. ആസ് ഓൾറെഡി ഐ ഹാവ് ബുക്ക്ഡ് ഫോർ മൈ ടിക്കറ്റ്സ്. എവിടെയാണ്? എൻട്രി ഗേറ്റ്. ഓക്കെ, ഇനി അവിടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് കയറാം, ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് വ്ളോഗ് ഒന്ന് പോസ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, പ്ലാറ്റ്ഫോം 1 ഈസ് ടുവേർഡ്സ് വൈറ്റ് ഫീൽഡ്, എനിക്ക് ടുവേർഡ്സ് ചല്ലകട്ട പ്ലാറ്റ്ഫോം 2. ഓക്കെ, ഇവിടുത്തെ ക്യാമറയിലും ഞാനും എൻ്റെ ഫോണും പതിച്ചോട്ടെ അല്ലേ? നത്തിങ് ന്യൂ. അപ്പോൾ പിന്നെ നത്തിങ് ന്യൂവും കൂടി ക്യാമറയിലും കയറിക്കോട്ടെ. ഓക്കെ, ഇപ്പോൾ കെമ്പഗൗഡ 11:06 അടുത്ത ട്രെയിൻ. 11:04 ആയി. അങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ട്രെയിൻ ഏത് സൈഡിൽ നിന്നാണ് വരണത് എന്ന് പോലും എനിക്കറിയില്ല. ലെഫ്റ്റിൽ നിന്നാണോ റൈറ്റിൽ നിന്നാണോ? ഓക്കെ, ഇവിടെ നിന്നാണ് വരുന്നത്. ബിക്കോസ് എല്ലാവരും ടൈം അങ്ങോട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് അതാ വരുന്നുണ്ട്. അല്ല, അത് ടുവേർഡ്സ് വൈറ്റ് ഫീൽഡിലേക്ക് പോകുന്ന ഒരു മെട്രോ ആണ് വരുന്നത്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മ മെട്രോ ആൻഡ് കൊച്ചി മെട്രോ എനിക്ക് ഫീൽ ചെയ്തത്, ട്രെയിൻസൊക്കെ സെയിമാണ്, കൗണ്ടേഴ്സൊക്കെ സെയിമാണ്, എവറിത്തിങ് സെയിം എക്സെപ്റ്റ്
നമ്മൾക്ക് അവിടെ ടിക്കറ്റ് തരില്ലേ? ഇവിടെ എല്ലാം ടോക്കണാണ്. അവിടെയും ഇപ്പം ആലുവ ടോക്കൺ ആയോ? കൊച്ചി മെട്രോ ടോക്കൺ ആയോ? ഇല്ലല്ലോ അല്ലേ? ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മിസ്റ്റേക്കാണ്. ബിക്കോസ് ഞാൻ മാർച്ച്, ഏപ്രിൽ, മെയ്യിലാണ് ലാസ്റ്റ്, അല്ല ഏപ്രിലാണ് ലാസ്റ്റ്, അല്ല മെയ്യിൽ ഞങ്ങൾ പോയതാ. മെയ്യിലാണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്താൽ പോയത്. പേപ്പർ ടിക്കറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത്, ടോക്കൺ ആയിരുന്നില്ല. പിന്നെ അടുത്തത് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടുത്തെ നമ്പർ ഓഫ് കമ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ബോഗീസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7. നമുക്ക് ഇത്രയും ദൈവം പോകുമ്പോൾ നമ്മുടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പോകേണ്ടത് വരുന്നുണ്ട്, എനിക്ക് പോകേണ്ടത് വരുന്നുണ്ട്. അമ്മേ അതെ, ടുവേർഡ്സ് ചള്ളഘട്ട ബോർഡൊക്കെ ഇട്ടിട്ടാ വന്നത്. ദൈവം കയറിയാക്കാല്ലേ. നല്ല ലെങ്ത് ഉണ്ടെന്നാ പറഞ്ഞത്. എവിടെയാ സ്പേസ് ഉള്ളത്? ഓക്കെ, ഇവിടെ കൂടി കയറാം. മെട്രോ നല്ല റഷാണ്, ഭയങ്കര തിരക്കാണ്. തൊട്ട് ഫ്രണ്ടിൽ ലേഡീസ് ഉണ്ട്, കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ കാല് കുത്താൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ കയറിയില്ല. ബംഗളൂരു, യെസ്. ഇതേതോ മോളാണ്, ഇതാണോ ഐമാക്സ്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് കഴിയട്ടെ കേട്ടോ, പറയാം. ഈ മെട്രോ, ഈ സ്റ്റേഷനിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ, മെട്രോ എടുക്കട്ടെ. ഇത്രയും നേരം ബിൽഡിങ്സ് മാത്രമേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് ഗ്രീനറി കാണാൻ പറ്റി. അതെന്താ പോലും? അപ്പോൾ നമ്മൾ എവിടെ എത്തിയേക്കണത്? കൃഷ്ണരാജപുരം എത്തുകയാണ്. ഓക്കെ, എവിടെ നോക്കിയാലും ഫ്ലാറ്റ്സ് ആണ്. ഇത്രമാത്രം പോപ്പുലേറ്റഡ് ആണോ ബാംഗ്ലൂർ എന്നാണ് അറിയില്ലാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കുറേ യെല്ലോ സാധനങ്ങൾ കാണുന്നുണ്ട് എല്ലാ ബിൽഡിങ്ങിൻ്റെയും മുകളിൽ. ഓക്കെ, ഞാൻ കണ്ടൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞത്, ഞാൻ കേരളത്തിൽ നിന്ന് ഹൊസൂർ എത്തണത് വരെ നമ്മുടെ എല്ലാ ബിൽഡിങ്സിൻ്റെയും മുകളിൽ വാട്ടർ ടാങ്ക് നേവി ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ സാധാരണ ബ്ലൂ ഉണ്ടല്ലോ. ഇന്ന് ഈ ഹൊസൂർ കടന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ദേ യെല്ലോ. ഇവിടെ യെല്ലോ മാത്രം. ഞാൻ ആദ്യം പിള്ളേരോട് പറഞ്ഞത് അതാണ്. ദേ എല്ലായിടും ദേ കുറേ യെല്ലോ. അപ്പോൾ ഇതൊരു ഡിഫറൻസാണ്. ബാംഗ്ലൂർ ആൻഡ് കേരള തമ്മിലൊരു ഡിഫറൻസ് ഞാൻ കണ്ടുപിടിച്ച ഡിഫറൻസ്. കൊച്ചി എത്തുമ്പോൾ മണം വന്നിട്ടാണ് കൊച്ചി ആണെന്ന് പറയണേന്ന് പറഞ്ഞ് കളിയാക്കുന്ന കുറേ ട്രോൾ വീഡിയോസൊക്കെ ഉണ്ട്. മണം മീൻസ് വേസ്റ്റിൻ്റെ ഒക്കെ ഒരു ബാഡ് സ്മെൽ. നോട്ട് ഇൻ ഓൾ പാർട്സ് ഓഫ് കൊച്ചി, ബട്ട് അറ്റ്ലീസ്റ്റ് സംവെയർ. അതുപോലെ ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക കടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻഡിക്കേഷൻ ഞാൻ വെച്ചിരിക്കുന്നതാണ്. എന്താ യെല്ലോ വാട്ടർ ടാങ്ക്സ് ഓൺ റൂഫ് ടോപ്പ് ഓഫ് ഓൾ ബിൽഡിങ്സ്. പിന്നെ ഒരെണ്ണം ഹൊസൂർ എത്തണത് വരെ തമിഴ് ലെറ്റേഴ്സാണ്. ഇങ്ങോട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിള്ളേരോട് അത് പറഞ്ഞത്, ഹൊസൂറിൻ്റെ തൊട്ടിപ്പുറത്ത് മുതൽ ഉണ്ട ലെറ്റേഴ്സ് ആരംഭിച്ചു. വിച്ച് മീൻസ് ഉണ്ടേരിയും മട്ടേരിയിൽ നമ്മൾ വടിയേരിയും ഉണ്ടേരി എന്ന് പറയും പോലെ ലെറ്റേഴ്സ്, തമിഴ് ലെറ്റേഴ്സും കന്നഡ ലെറ്റേഴ്സും സ്ക്രിപ്റ്റ് അതിൻ്റെ ഡിഫറൻസാണ്. ഇത് ഉണ്ട 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 തമിഴിങ്ങനെ നീള ഓക്കെ. ಮುಂದಿನ ನಿಲ್ದಾಣ ಬೈಯಪ್ಪನಹಳ್ಳಿ. Next station is ബയ്യപ്പനഹള്ളി. ഹലോ ഗൈസ്, ഞാൻ പെട്ടുപോയി. ഞാനല്ല, ഈ ട്രെയിനിലുള്ള എല്ലാവരും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്തോ ലൈൻ അലൈൻമെൻറ്റ് ഒക്കെ എല്ലാവർക്കും അനൗൺസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ട്രെയിൻ എന്തോ അലൈൻമെൻറ്റ് മാറിയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത മെട്രോ വരുമ്പോഴേ നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വ്ളോഗ് വി വിൽ സീ സംടൈംസ് ലേറ്റർ ഇൻ ദ യെറ്റ് അനദർ വ്ളോഗ്. അവിടെ നിന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നുണ്ട്. അതായിരിക്കുമോ നമ്മൾ എടുക്കണേന്ന് നമുക്കറിയില്ല കേട്ടോ. എല്ലാവരും ഇറങ്ങിയത് പോകുന്നുണ്ട്.
ഇനി അടുത്തത് വരുമ്പോൾ നമ്മൾ കയറും. ഇവിടെ തന്നെ നിന്നാൽ മതി എന്നാണ് ഇൻഡിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് അറിയില്ല എങ്ങനെയാണ്, നോക്കാം. എന്താണെങ്കിലും ഈ ചേട്ടൻ പോകുവാണ് നമ്മളെ ഇട്ടിട്ട്, നമ്മളെല്ലാവരും ഇറക്കി. ഇനി മെജസ്റ്റിക്കിലേക്ക് ഇവിടെ നിന്ന് എത്ര സ്റ്റേഷനുണ്ട് भैया? इधर से मैजेस्टिक तक कितना स्टेशन है? मैजेस्टिक तक कितना स्टेशन है इधर से मैजेस्टिक जाने के लिए? मैजेस्टिक जाने के लिए another 5 to 6 stations are there. 5 to 6 more. Thank you. They'll announce it, don't worry. They'll announce on the next station. Train will arrive in Nadaprabhu Kempegowda station, Majestic. നമ്മുടെ സ്റ്റേഷൻ എത്തി. മജസ്റ്റിക്കിന് ഇവിടെ നിന്നാണ്. എൻ്റെ അമ്മോ, എനിക്കറിയില്ല എന്ത് ചെയ്യുന്ന. ഫസ്റ്റ് ഫ്ലോറിലേക്ക് താഴത്തേക്ക് ഇറങ്ങണം. അവിടെ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇറങ്ങണം. എനിക്ക് പോകേണ്ടത് നാഗസാന്ദ്രയിലേക്കുള്ള ട്രെയിൻ എടുക്കണം, ടുവേർഡ്സ് നാഗസാന്ദ്ര. എന്നിട്ട് ഈശ്വര തിരക്ക് നോക്കി. എന്നിട്ട് നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാ? മീനാക്ഷിപുരമോ മീനാക്ഷി നഗറോ എന്തോ. ഇവിടുന്ന് എനിക്ക് പോകേണ്ടത് നാഗസാന്ദ്ര. ഓക്കെ, എനിക്ക് 3rd പ്ലാറ്റ്ഫോമിൽ. യെസ്, നാഗസാന്ദ്ര. എല്ലാം മനസ്സിലായി എഴുതി വെച്ചേക്കുന്നത്, ഇംഗ്ലീഷ് ഉള്ളത് കൊണ്ട് കൊള്ളാം. ടുവേർഡ്സ് വൈറ്റ് ഫീൽഡ്, ടുവേർഡ്സ് ചല്ലകട്ട, ടുവേർഡ്സ് നാഗസാന്ദ്ര, ടുവേർഡ്സ് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്. എനിക്ക് പ്ലാറ്റ്ഫോം 3ലാണ് പോകേണ്ടത്. ഈശ്വര, ഇവിടെയുള്ളവർക്കൊക്കെ ഇത് നിത്യതയുള്ള അഭ്യാസം. അത് എത്ര പ്ലാറ്റ്ഫോമാണ്? ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട്. എനിക്കൊന്നും അറിയില്ല. നോക്കാം. എന്താണെങ്കിലും ദേ താഴത്തേക്ക് ഇറങ്ങാനുള്ള തിരക്ക് നോക്കുക. എസ്കലേറ്റർ ഫുള്ളാണ്. ഓക്കെ ഓക്കെ. അപ്സ്റ്റേഴ്സിലേക്ക് പോകേണ്ടത് അഗെയിൻ ചല്ലഗട്ട, ചിൽക്ക, ലാൽ, അങ്ങോട്ടൊക്കെ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ താഴത്തേക്ക് നാഗസാന്ദ്ര. അപ്പോൾ മുകളിലൊരു ഫ്ലോറുണ്ട്, അതിലേ ഒരു റെയിൽവേ ലൈനുണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേഷൻ ഉണ്ടെന്ന് പറയാം. ഇവിടെ ഒരു ലൈനുണ്ട്, ഇതിൻ്റെ താഴെയും ഒരു ലൈനുണ്ട്. ഓക്കെ, നമുക്ക് താഴത്തേയിലേക്കാണ് പോകേണ്ടത്. ചെന്നൈയിൽ ഇതുപോലെ എവിടെയോ ബല്ലൂർ ഞങ്ങൾ പോയപ്പോൾ എയർപോർട്ട് സ്റ്റേഷനായിരുന്നു തോന്നുന്നു. 3 ലെയറാണ് അതും. ഇവിടെ തന്നെയാണ്. പ്ലാറ്റ്ഫോം 4 സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്ലാറ്റ്ഫോം 3 നാഗസാന്ദ്ര. ഓക്കെ, ഇങ്ങോട്ടാണ് നമ്മൾക്ക് പോകേണ്ടത്. നമ്മുടെ ചേട്ടൻ വന്നു. ഇപ്പോൾ നമ്മൾ ലൈൻ മാറി എന്ന് പറഞ്ഞല്ലോ, ഗ്രീൻ ലൈനിലാട്ടോ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ട്രെയിനിൽ കയറിയപ്പോൾ ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടി. നമ്മുടെ സ്റ്റേഷനിൽ എത്തുമോ? Mahalakshmi, and doors will open on the left. Please mind the gap while deboarding. നമുക്ക് പോകേണ്ടത് എവിടെയായിരിക്കും? ചോദിച്ച് പോവാം. കൊള്ളാലോ ഈ പെയിൻറ്റിങ്സ്. ബിക്കോസ് ലാൻഡ് അനിമൽ എലഫൻറ്റ്, നാഷണൽ അനിമൽ ടൈഗർ, നാഷണൽ ബേർഡ് പീകോക്ക്. യപ്പ്, കണ്ടുപിടിച്ചു ഗായ്സ്, കിട്ടിപ്പോയി. അങ്ങനെ ഞാൻ എൻ്റെ വിസ്കോൺ ടെമ്പിളിലേക്കുള്ള യാത്ര കാൽനടയായി തുടരുന്നു. ഇൻ ദ സെൻസ് ഇവിടുന്ന് 500 മീറ്റേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോക്കാരൊക്കെ പുറകെ കൂടി വന്ന് പിടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നടക്കാമെന്ന് തന്നെ വെച്ചു. എനിക്ക് തോന്നുന്നു ഈ കാണുന്നതാണോ നോക്കാം അല്ലേ. ഓട്ടോ ചേട്ടന്മാരൊക്കെ വന്നിട്ട് मैम गिव मी ओनली 300 रुपीज़, मैडम मुझे बस 300 दे दो मैम, मैं आपको ड्रॉप कर दूँगी എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പക്ഷെ നടക്കുകയാണ്. യെസ്, നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെയും എന്നെ സ്വാഗതം ചെയ്യാനൊരു ക്യാമറയുണ്ട്. ഓ ഗോഡ്, ദൈവമേ. എന്നാൽ ഈ ടെമ്പിളിൻ്റെ വ്ളോഗ് വേറെ ചെയ്താലോ? ഇതിപ്പോൾ എൻ്റെ ഒരു യാത്രാവിവരണം പോലെയാകും. ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ എത്തി എന്നുള്ളത് ഒരു വ്ളോഗും, അമ്പലം വ്ളോഗ് വേറെ ചെയ്താലോ? എവിടെയാ അമ്പലം എത്തണത്?
ഓ നമ്മൾ ചുറ്റി 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 എവിടെ എത്തും എന്നറിയാമോ? ഓക്കെ, അവിടെ എത്തണം കേട്ടോ നമുക്ക്. ഓക്കെ, നമുക്ക് ബാഗേജ് സ്കാനർ ഇവിടെയും ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ദൈവമേ, ഇത് നോക്കി ചെരുപ്പ് വയ്ക്കാനുള്ള സ്റ്റാൻഡൊക്കെ. നമ്മൾ തിരുപ്പതി പളനി പോയപ്പോൾ പോലും മൈ ഗുഡ്നസ് ഇത്തിരി തിരക്ക് കണ്ടിട്ടില്ല. ഇപ്പം തിരക്കില്ലാട്ടോ, ഇവിടെ ഉണ്ടെന്ന് തോന്നണു. പക്ഷെ ഇത്ര പേര് ഇവിടെ വരും എന്നുള്ളതിൻ്റെ പ്രൂഫാണല്ലോ ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ വഴി മുഴുവൻ നമ്മൾ ചുറ്റി 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 ആയിരിക്കണം ഇവിടേക്ക് എത്താൻ. ഞാനിതിനു മുമ്പ് ഇങ്ങനെ ചുറ്റി 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 പോയിരിക്കുന്ന അമ്പലങ്ങൾ തിരുപ്പതി പോയിട്ടുണ്ട്, ഗുരുവായൂർ പോയിട്ടുണ്ട്, നന്ദി ഹിൽസ് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് തിരുവൈരാണിക്കുളം. അത് പക്ഷേ ടെമ്പററി ആയിട്ട് കെട്ടിയിടുന്നതാണ് കേട്ടോ. 5 റുപ്പി പേ ആൻഡ് പെയ്ഡ് ആണ്. സാൻഡൽസ് സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടോക്കൺ എടുക്കണം. നമ്മൾ തന്നെ ബാഗ് അവിടെ നിന്ന് എടുക്കണം. നമ്മൾ തന്നെ കവറിലിട്ടിട്ട് അവരുടെ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ടോക്കൺ തരുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് മെയിൻ ഗേറ്റിൽ നിന്ന് ചെരുപ്പ് വാങ്ങാം എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ഫ്രീ ഫുട്വെയർ സ്റ്റാൻഡ് അറ്റ് ഓണേഴ്സ് റിസ്ക്. അത് ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, എന്നാലും ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് കൊടുത്തു. ഫുട്വെയർ നോട്ട് അലൗഡ് ബിയോണ്ട് ദിസ് പോയിന്റ്. ഓ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കയറി കാണാൻ. ബിക്കോസ് കുക്കമ്മ ഇവിടെ പോയപ്പോൾ മുതലേ എനിക്ക് അതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാ ഗുരുവായൂരും നമുക്കിതിൻ്റെ തൊടുപുഴ അമ്പലത്തിൽ ഒപ്പുണ്ടത്. കാല് കഴുകിയിട്ട് വേണം കയറാനായിട്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയേ? കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. നടക്കാൻ പോകുന്നു എൻ്റെ ആഗ്രഹം. നമ്മളിതിലേ നടന്ന് 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 ഇതിങ്ങനെ കറങ്ങി ചുറ്റി ആണ് അവിടെ മുകളിലെത്തുന്നത്. നമ്മൾ കയറി വന്ന വഴി. ആക്ച്വലി കൂട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെയാണില്ല കേട്ടോ, ഈ കാണിച്ചതല്ല കേട്ടോ, ദേ അതാ അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ആക്ച്വലി ഉക്കുമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വർത്തമാനമൊക്കെ പറഞ്ഞു പോകായിരുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. കുക്കുമ്മ തന്നെ വേണമെന്നില്ല. അയ്യോ, എനിക്ക് സന്തോഷം വരുവാണോ സങ്കടം വരുവാണോ ഒന്നും എനിക്കറിയില്ല. ഡെഫിനറ്റ്ലി ഫോട്ടോ എൻ്റെയും ഒരു വീക്ക്നെസ് ആണല്ലോ. എനിക്കും ഫോട്ടോസ് എടുക്കണം. പക്ഷേ എനിക്കിന്ന് ഫോട്ടോസ് എടുത്തു തരാൻ ആളില്ല. ഓക്കെ, ഇവിടെ അല്ലാട്ടോ നമുക്ക് പോകേണ്ടത്. ഇവിടെയാണ്. ഇവിടെ എത്തണം. നല്ല തിരക്കാട്ടോ ഇന്ന്, നല്ല തിരക്കാണ്. എനിക്കൊന്ന് ഇപ്പോഴാണ് പറ്റിയാന്ന് തോന്നുന്നു ആൾക്കാരെല്ലാവരും എത്തിച്ചേരുന്ന ടൈം. അതുകൊണ്ടിട്ടായിരിക്കും. അമ്പലത്തിലേക്ക് കൊടുക്കാനായിട്ടുള്ള പഴമുണ്ട്, റോസുണ്ട്, തേങ്ങയുണ്ട്. ഓക്കെ, ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ല 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 ഏരിയാസ് ഉണ്ട്. തൊഴുത് പുറത്തിറങ്ങിയിട്ടോ അതിനുശേഷം കുറേ ഫോട്ടോഗ്രാഫി ഈസ് പ്രൊഹിബിറ്റഡ്. സോറി. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇവിടെ പ്രൊഹിബിറ്റഡ് അല്ല. അല്ലാത്ത സ്ഥലത്തൊക്കെ റെസ്ട്രിക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. കാണുന്ന കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് മറ്റേ ഇതുകൊണ്ടുണ്ടാക്കിയേക്കണ കേട്ടോ, തുണിയാണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം, നൈസ്, നല്ല രസമാണ്. ഹായ് കൃഷ്ണ. അനന്തശയനം. ഇത് ഭയങ്കര ലക്കി വാസ്തു ട്രീ ആണ് പറയപ്പെടുന്നു. ഹായ് ഹായ് ഹായ്. അയ്യോ, ഇതെൻ്റെ ഫേവറേറ്റ് ആട്ടോ, ജാംഗ്രി. എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും വാങ്ങും. യെല്ലോ ജിലേബി അത് കണ്ടോ, നല്ല അതിൻ്റെ ആ ഷുഗർ ആ സാധനം കണ്ടോ, കറക്റ്റായിട്ട് കാണുന്നത് കണ്ടോ അതിൽ ആ കോട്ടിങ് ഫ്ലേവർ. വാവ്, എന്താ ഭംഗി. പിന്നെ ഉള്ളതൊക്കെ കുറേ പേസ്ട്രി, സമോസാസ്. ഇതെന്താ, കോക്കനട്ട് ഹോളി. എനിക്കറിയില്ല. ലെമൺ റൈസ് ഉണ്ട്, പുളിയോഗര എനിക്കിഷ്ടമല്ല. ഇതെന്താ, ഗോബി മഞ്ചൂരിയൻ, ഇതെനിക്കിഷ്ടമാണ്.
ഇതെന്താ വെജ് റോൾ, മസാല പഫ്സ്, ക്യാബേജ് പക്കോട കൊള്ളാലോ. ഏറ്റവും കൂടുതൽ തിരക്കുള്ള കൗണ്ടർ ഇതാ. എന്താ കാരണം? ഫ്രഞ്ച് ഫ്രൈസ്. രസ്മലായി ഉണ്ട്, കേർഡ് വട ഉണ്ട്, രസ്മലായി ഉണ്ട്. ഞാൻ കേർഡ് വട ഒരെണ്ണം കഴിച്ചാലോ എന്ന് ആലോചിക്കുന്നു. വേറെ ഇതിൻ്റെ ഉള്ളിലെ സമോസ പിന്നെ ഇല്ലാത്ത സ്ഥലമില്ലല്ലോ. എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഇരിക്കുന്ന സമോസ. പറഞ്ഞ പോലെ തന്നെ ഞാൻ വട വാങ്ങി, തൈര് വട കഴിക്കാം, ടേസ്റ്റ് നോക്കാം. എനിക്കിഷ്ടപ്പെട്ടില്ല, ഞാൻ കഴിക്കില്ല. ഞാൻ കാര്യം നമ്മുടെ അവിടെ നിന്ന് കഴിക്കണൊക്കെ നല്ല നല്ല എരിവൊക്കെയുള്ള നല്ല ടേസ്റ്റാണ്. ഒന്നല്ലേ ഞാൻ വീട്ടിലുണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്നാണെങ്കിലും ആര്യാസിൽ നിന്നും വുഡ്ലാൻഡ്സിൽ നിന്നും ഒക്കെ കഴിക്കണൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസി ഒക്കെ ഉണ്ടാവാറുണ്ട്. അയ്യേ ഇത് ഭയങ്കര സ്വീറ്റ്, എനിക്ക് വേണ്ട, ഞാനിതിവിടെ വിറ്റിട്ട് പോകും, സോറി. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി. ഹായ്, ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും. നല്ല കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നില്ലേ? കേട്ടോ, കളകളകളകളകളകളനാദം. ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, നാച്ചുറൽ ബ്യൂട്ടി. ഓ ഗോഡ്, ദേ ഒരു മെട്രോ പോകുന്നു, ദേ പോകുന്നു. ഓക്കേ, എന്ത് രസമെന്ന് അറിയാമോ ഇവിടെ. സോ ബ്യൂട്ടിഫുൾ, ഭയങ്കര ഹാപ്പനിങ് പോലെ തോന്നണം, ഭയങ്കര കൂൾ, ഭയങ്കര കാം, ഭയങ്കര സെറീനിറ്റി, ഭയങ്കര ബ്യൂട്ടി, ഭയങ്കര പോസിറ്റിവിറ്റി. നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാനായിട്ട്. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമായിരിക്കും. ഇപ്പം തന്നെയും എന്താ പറയുക, ഒട്ടും ചൂടില്ല. ധോ ഇറ്റ് ഈസ് 36 ഡിഗ്രി ഹിയർ. ഇവിടെ ഒട്ടും ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെരുപ്പൊക്കെ വാങ്ങാൻ പോകണം. ദൈവമേ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, എന്താ ഇത്, ആകാശഗോപുരം പൊന്മണി മേഘയാ അല്ലേ, എന്ത് ഭംഗിയാ നോക്കി. ശരിക്കും ഈ ബിൽഡിംഗ് കാണുമ്പോൾ ആ പാട്ട് പാടാൻ തോന്നില്ലേ? നോക്ക്, ആകാശഗോപുരം പൊന്മണി മേഘയാ. ഹായ്, നല്ല രസമുണ്ടായിരുന്നല്ലോ. ചെരുപ്പ് മേടിക്കണ്ടേ അല്ലേ, കളക്ട് ചെയ്യണ്ടേ? ABCDEFGHI J, എൻ്റെ V അല്ലേ, V9A. ഓക്കെ, നേരാ V, സിംഗിൾ. താങ്ക് യു. ചെരുപ്പൊക്കെ കിട്ടി, അപ്പോൾ നമ്മൾ പോവാം. എനിക്ക് ഭയങ്കര ലക്കുണ്ടായിട്ടോ. എന്താണെന്നറിയാമോ, ഞാൻ അമ്പലത്തിൽ ഞാൻ കയറാൻ പോകുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുക. ഞാൻ കയറി കഴിഞ്ഞതും ഡോർ അടിച്ചു. നോക്കി, ഇനിയിപ്പോൾ എത്ര പേര് അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അറിയാമോ? ബിക്കോസ് നെക്സ്റ്റ് എൻട്രി അലൗഡ് ഇനി ഓൺലി at 3 o'clock ആണ്. അതുവരെയും അവരൊക്കെ അവിടെ നിൽക്കണം. എവിടെയാണ് കാണിക്കണ്ടേ? എനിക്ക് തോന്നുന്നു നമ്മുടെ വ്ളോഗ് എൻഡ് ചെയ്യാനുള്ള ടൈം ആയിരുന്നു. ഇത് തന്നെ ഭയങ്കര ലെങ്തി ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലം വിസിറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ, ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം കേട്ടോ. ലോങ് ടൈം ഒന്നുമല്ല, ഇയേഴ്സ് ബീൻ ഞാൻ കൊതിക്കണേനു. ഇൻഫാക്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലുമൊക്കെ ഒന്നല്ലേ ഷൂട്ട് ചെയ്ത് തരാനാളുണ്ടാവില്ല, പിന്നെ എന്നെ കാണാൻ ഭംഗിയില്ല, പിന്നെ എനിക്കൊരു പ്രസൻറ്റേഷൻ സ്കില്ലില്ല എന്നുള്ളൊരു തോന്നലോ, അങ്ങനെയൊക്കെ. ചാനലിന് ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കിട്ടുമോ? ഇപ്പോൾ ഓർത്തു, ഒരേ ഒരു സബ്സ്ക്രൈബറാണ് എനിക്കുള്ളെങ്കിൽ പോലും എൻ്റെ ഇപ്പോൾ ലൈഫൊക്കെ കഴിയാറായി. എനിക്കറിയാൻ പാടില്ല ഇനി എത്ര നാൾ നമ്മൾക്കൊക്കെ ലൈഫുണ്ടത്, നമ്മൾക്കല്ല എനിക്ക്. ബിക്കോസ് ഐ എം 50+. ഇപ്പോഴും എൻ്റെ ആഗ്രഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് എനിക്ക് നടത്തിയില്ലെങ്കിൽ ഇനി ഞാൻ ഏത് ഏജിൽ ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 1 സബ്സ്ക്രൈബർ, എൻ്റെ കുക്കമ്മ എനിക്ക് സബ്സ്ക്രൈബറായിരിക്കും. പിന്നെ എൻ്റെ കുറച്ച് സ്റ്റുഡൻസും അവരുടെ പേരൻസും ഉണ്ടാകുമെന്ന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഇനീഷ്യേറ്റീവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. കാണുന്നതൊക്കെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. പിന്നെ എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ട്.
എൻ്റെ എന്താ പറയുക കുറച്ച് അറിയാവുന്ന കുറച്ച് ലാംഗ്വേജിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സ് തന്നാൽ കൊള്ളാമെന്നുണ്ട്. ചെറിയ ചെറിയ മോട്ടിവേഷണൽ വീഡിയോസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ്സസ് കുറച്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പേരൻറ്റിങ് എങ്ങനെ ചെയ്യും, പേരൻറ്റിങ് അല്ല KG കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് കുറച്ച് പേരൻസിനെ അറിയിക്കാൻ കൊള്ളാമെന്നുണ്ട്. ക്ലാസ്സസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഫാഷൻ ലൈഫ് സ്റ്റൈൽ അതൊന്നും എനിക്കറിയില്ല, ഫാഷനബിളൊന്നുമല്ല ഞാൻ ഭയങ്കരമായിട്ട്. പക്ഷേ എനിക്കറിയാം ഡിസൈൻ ചെയ്യാനറിയാം, എങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ അറിയാം, മറ്റുള്ളവരെ ഒരുക്കാൻ എനിക്കറിയാം. ഡ്രസ്സിങ് നല്ല സെൻസുള്ള ആളാണ് ഞാൻ. ബിക്കോസ് എൻ്റെ മോൾക്ക് എടുക്കുന്ന ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ തന്നെയും എല്ലാവർക്കും അറിയാം, എനിക്ക് ധാരാളം എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. ഇതുവരെയും ഞാൻ ചെയ്തിരിക്കുന്ന ഡ്രസ്സെല്ലാം സക്സസ്ഫുൾ ആയിട്ടേ ഉള്ളൂ, അവരുടെ ഓരോ ഐറ്റമിനും ഞങ്ങൾ ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയായിട്ട് ചെയ്യും ഞാൻ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രൊമോട്ട് ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. വ്ളോഗിങ് ഡേ അല്ലേ. ബൈ, സീ യു സംടൈംസ് ലേറ്റർ ഇൻ സം അനദർ വ്ളോഗ് and spread positivity and happiness. Thank you so very much. Bye bye. I love you. God bless. Take care.